അമ്മയെ തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വളരെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം എനിക്കും തനിക്കും ഉണ്ടായിട്ടെന്താ കാര്യം? അമ്മ വരണ്ടേ? ആ, ഒന്നും ഒഴിക്കല്ലേ. പാടല്ലേ ഇനിയും നിർത്താറായില്ലേ തന്റെ രാഗവിസ്താരം? എന്റെ രാഗവിസ്താരത്തിൽ എന്താ ഒരു കുഴപ്പം? ആ, കുഴപ്പമല്ലേ ഉള്ളൂ. എന്റെ ഒരു കളരിപുറയുടെ മുമ്പിൽ തന്റെ രാഗം വെറും ശിശു. എന്നാൽ അതൊന്നും അറിയണമല്ലോ. തുടങ്ങി എല്ലാ തവണത്തൊപ്പലും ബഹളം ഉണ്ടാക്കിയാലേ പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കണ്ട, കഴിഞ്ഞ തവണ ഗുരുക്കൾ ഒരു തട്ട് തട്ടിയതാ. എന്റെ അമ്മേ, വേദന ഇനിയും മാറിയിട്ടില്ല. പെങ്ങള് പറ, സംഗീതമാണോ കളരിപുറയാണോ വലുത്? എനിക്കൊന്നും അറിയില്ലേ. അവിടെ നിൽക്ക്. സംഗീതമാണോ കളരിയാണോ വലുത് അറിഞ്ഞിട്ട് നീ പോയാ മതി. എന്നാ പിടിച്ചോ. കൈ തൊഴുതു മാറിനു വച്ച് നിരിഗമധാപമകരിസനിരീ വലത് ചവിട്ടി വലഭാഗം തിരിഞ്ഞ് പാപ പാപമപധാപമകരിസനിരീ നിരിഗമപമകരിസനിസ. ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നീർത്തി കൈക്ക് നോക്കി നൈ നെറ്റിക്ക് വെച്ച് വണങ്ങി അമർന്ന് വലത് നേരെ മുമ്പിൽ ചവിട്ടി ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നിർത്തി കൈക്ക് നോക്കി കൈ നെറ്റിക്ക് വെച്ച് വണങ്ങി സരിഗ സരിഗമ പരിഗമ രിഗമ പദ ഗമ പഗമ പദരി മപദ മപദരി സഗരി ഗരി ധനി ധരി ധരി ധനി ധപമ ധനി ധനി ധപമ ഗനി ധനി ധപമ ഗരി സ. അമർന്ന് മുട്ടൂന്നി കുമ്പിട്ട് നിന്ന് കൈക്ക് നോക്കി കൈനെറ്റി വെച്ച് വണങ്ങി അമർന്ന് കൈ കെട്ടി നോക്കി ഇടത്ത് വഴി വലത്ത് വഴിയോട്ട് മാറി കൈ നോക്കി ഇടത്ത് വഴിയോട്ട് മാറി കെട്ടി നോക്കി വലത്ത് വഴിയോട്ട് മാറി കൈക്ക് നോക്കി കാല് കൂട്ടി വെച്ച് താം തത്ത തത്തരികിട താം തത്ത കിടതം തരികിട താം തത്ത തകിടം തരികിട 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 താം മകരി തരികിട തരികിട താം തത്ത കിടതം തരികിട താം തത്ത തരികിട 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 താം തത്ത തരികിട താം തത്ത കിടതം തരികിട താം തരികിട 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 തമ്പ്രാക്കന്മാരുടെ വക കച്ചേരിയും ചവിട്ടുനാടവും ഒക്കെ കഴിഞ്ഞപ്പോ അതാ അവിടെ അടിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ? പറയാൻ പറഞ്ഞ മുണ്ടാൻ എന്നെ കൊണ്ടാണ് പറയിപ്പിക്കടി. അന്നെ കൊണ്ടാണ് പറയിപ്പിക്കും ഞാന്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ. അമ്മേ അമ്മേ. ആഹാ, എന്താ ഇത്? ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ, ഒരു മോർണിംഗ് വാക്ക്. ഇനിയിപ്പൊ അമ്മയുടെ കൂടെ ആവല്ലോ നടപ്പ്. അതിനെന്താ, പോന്നോളൂ. മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. പിന്നെ അമ്മേ, എനിക്കൊരു സംശയം. എന്താ? ഈ തമ്പുരാക്കന്മാരെന്താ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കുന്നത്? രണ്ടിടത്താണ് താമസമെങ്കിലും ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റേയാൾക്ക് സമ്മതം തന്നെയാ. തമ്പുരാക്കന്മാരുടെ കഥകള് ഒരുപാട് ആ കുഞ്ഞാലി പറഞ്ഞു തന്നിട്ടുണ്ട്. അധികവും മർക്കട മുഷ്ടിയുടെയും വാശിയുടെയും കഥകളാവും കൊറേയൊക്കെ. ഓ, ഇപ്പൊ എത്ര സമാധാനമുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി എന്നറിയോ? മിണ്ടിയ കോപം, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വാശിയ. ഇപ്പൊ മക്കളൊക്കെ വലുതായപ്പോ പഴയതുപോലെ ആയാ പറ്റില്ലല്ലോ. എന്നാലും തമ്പുരാക്കന്മാർ തമ്മിൽ വലിയ സ്നേഹത്തിലാ. എനിക്കേ അസൂയ തോന്നും. എന്റെ അമ്മോ, പെണ്ണെടുത്തു. ദൈവമേ, അമ്മയെ കൂട്ടണ്ടല്ലോ. ചാടിക്കോ കുളത്തിലേക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്താ എന്നെ? ഞങ്ങൾ കളരിപ്പാട്ട് അഭ്യസിക്കുക. അതായത് കളരിയും സംഗീതം കൂട്ടിക്കുഴച്ച്. കുഴച്ചല്ല, കൂട്ടി ഇണക്കി. അതെ, ആ പുതിയൊരു സൃഷ്ടിക്ക് രൂപം കൊടുക്കുകയാണ്. ഇവരെന്റെ മക്കളാ. എനിക്കറിയാം ഇവരെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇവരല്ലേ വീട് വെള്ളയടിക്കാൻ വേണ്ടി? വീട് വെള്ളയടിക്കാനോ? പണിക്കാരെ ഏർപ്പാടാക്കിയത്. ഇവരെല്ലാരും കൂടി മുൻകൈ എടുത്തിട്ടാ വെള്ളപൂശൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നത്. മുൻകൈ എടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇവന്മാര് ഒറ്റ ഒരുത്തന ആവശ്യത്തിന് കിട്ടില്ല.
ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ. ഇവരുടെ പണിക്കാര് തമ്പുരാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായ പറഞ്ഞറിയോ അമ്മയ്ക്ക്? അത് പിന്നെ അവരുടെ ഒരു അവകാശമല്ലേ അമ്മേ? അതെയോ? ആരാടാ ഇത്ര നല്ല പണിക്കാര്? അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ അവരെ. ഇനി അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിക്കുമ്പോ അല്ല വീട് പെയിന്റ് അടിക്കുമ്പോ അറിയാവുന്നുള്ളൂ. പിന്നെ അമ്മേ, അവരിൽ ഒന്ന് രണ്ട് പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ? അതായത് അമ്മേ, അക്കരയിൽ ഒരു വെള്ളടിക്കാരൻ വന്നു, ഇക്കരയെന്നും ഒരു വെള്ളടിക്കാരൻ വന്നു. ഈ അക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ ഇക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ തമ്മിൽ നേരത്തെ എന്തൊരു പ്രശ്നം മതി മതി, പോ വീട്ടിലേക്ക് പോ. ആ, ശരി, പോ. നിന്നെ തന്നെ പോ. പോടാ. എല്ലാം നേരത്തെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇളമുറ തമ്പ്രാക്കന്മാര്. മോള് ഒരു ദിവസം വീട്ടിലേക്ക് വരണം. വരണമെന്ന് ഞാനും ആലോചിച്ചോണ്ടിരിക്കാമേ. മോക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. വരട്ടെ? ശരി. ആ വരൂ വരൂ. കുട്ടി എന്താ ഈ വഴിയൊക്കെ? അത് എന്താ വിശേഷിച്ച്? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ പറഞ്ഞോളൂ. സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹ. അതും ഇവിടം തന്നെ ആവുമ്പോ. അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഇക്കാര്യത്തില് ഭാഗവതരെന്ന്. കുട്ടി വേറൊന്നും വിചാരിക്കരുത്. ഇക്കാര്യത്തിൽ എനിക്ക് ലേശം നിർബന്ധമുണ്ട്. ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല. അത് ശരിയാവില്ല. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ അല്ല, വന്നിട്ടൊന്നും അകത്തേക്ക് കയറിയില്ലല്ലോ. മോള് വാ. ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു വെച്ച് ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റിയിരുന്നത്? അച്ഛാ, ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ. ആ ആ, ശരി. ഇത് തന്നെയാ ഇതിന്റെ കുഴപ്പം. ആ, ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടയ്ക്ക് ദാഹം. പാടുക. അയാളുടെ ഒരു ഗമേ സ്വന്തം മക്കളെ മാത്രമേ സംഗീതം പഠിപ്പിക്കൂന്ന്. എന്റെ കുട്ടി നീ ഒന്ന് അടങ്ങി നിൽക്ക്. അയാൾക്ക് സൗകര്യമുള്ളവരെ പഠിപ്പിക്കട്ടെ. എന്നാ മുത്തശ്ശനൊന്ന് കേട്ടോ. സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട. ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തോന്നാ? അതൊക്കെ മുത്തശ്ശൻ കണ്ടോ. കണ്ണാടി കൊണ്ട്